നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ജലജ മുറിയിലേക്ക് പോകാൻ വരുമ്പത്തേനും അനി അവിടെ നിൽക്കുന്ന കണ്ടു. അനിയെ കണ്ടു കഴിഞ്ഞപ്പോ ജലജ ചോദിച്ചു, എന്തിനാടാ ഇങ്ങനെ കള്ളത്തരമൊക്കെ പറഞ്ഞേ? ആദർശ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നിനക്കൊക്കെ തുറന്നു പറയാൻ പാടില്ലായിരുന്നോ? ഓ, അങ്ങനെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലേ നിങ്ങളുടെ സന്തോഷം ഞങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരുന്നല്ലോ. എന്തൊരു സന്തോഷമായിരുന്നു. അത് മാത്രമാണോ? എന്തൊക്കെയാ പറഞ്ഞുകൊണ്ട് കിടന്നേ? അബിയെ ജയിലിൽ കയറ്റിയതിന് പ്രതിഫലമായിട്ട് ആദർശന് കിട്ടിയ കൂലിയാണ് ജയിൽവാസം എന്നൊക്കെയല്ലേ പറഞ്ഞേ? ജലജ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ പറഞ്ഞിട്ടില്ല പോലും. അപ്പോഴേക്കും ജലജ പറഞ്ഞു, നവ്യ ചിലപ്പോ അങ്ങനെ പറഞ്ഞു കാണും. ഉം ഉം. ഇനിയിപ്പം നവ്യ എടുത്തിട്ട് തലയിലേക്ക് എല്ലാ കുറ്റം കൂടെ കെട്ടിവെച്ചാൽ മതി. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചട്ടെ, ഈ പറഞ്ഞ അബിയെ നാട് കടത്തിയാലോ എന്ന് ചോദിക്കുവാണ്. അത് കേട്ടപ്പോ ജലജ ചോദിച്ചു, എന്തിനാണ് അവനെ നാട് കടത്തുന്നേ? അവനെ നാട് കടത്തിയിട്ടേ ഈ വീട്ടിലൊരു ശുദ്ധികലശം തന്നെ നടത്തണം. എങ്കിലോ ഈ വീട്ടിലെ ഇപ്പോഴത്തെ ഈ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മാറുകയുള്ളൂ എന്ന് പറയണം. അവന് ഈ കുടുംബത്തിലുള്ളിടത്തോളം കാലം ഈ കുടുംബത്തിൽ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് കേട്ടപ്പോ ജലജ ചോദിച്ചു, എടാ അതിന് മാത്രം എന്ത് തെറ്റാടാ അവൻ ചെയ്തേ? എന്ത് തെറ്റാ ചെയ്തേന്നോ? ആദർശേട്ടനെ ജയിലിൽ കയറ്റാനുണ്ട് അബിക്ക് എന്തെങ്കിലും ഒരു പങ്കുണ്ടോ എന്ന് പോലും ഞങ്ങൾ എല്ലാവരും സംശയിക്കുന്നുണ്ട്. അബിയുടെ സ്വഭാവം അത്തരമാണല്ലോ. ജലജ പറഞ്ഞു, ഏയ് അവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവനിപ്പോ ഒരു പ്രശ്നത്തിനും പോവാറില്ല എന്ന് പറഞ്ഞു. പിന്നെ പ്രശ്നത്തിന് പോവാറില്ല പോലും. അതുകൊണ്ടാണ് ജ്വല്ലറ പരസ്യത്തിൽ അഭിനയിക്കാനായിട്ട് നവ്യാർത്തിയെ തള്ളിവിട്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ അഭിയാന്നുള്ള കാര്യം ഈ വീട്ടിൽ എല്ലാവർക്കും അറിയാം. ഇനിയിപ്പൊ അപ്പച്ച കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പച്ചിയുടെ വിചാരം ആർക്കും ഒന്നും അറിയത്തില്ലെന്നല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അനി അങ്ങോട്ടേക്ക് കയറിപ്പോയി. ജലജയ്ക്ക് നല്ല ദേഷ്യമായി. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും മിണ്ടാൻ പോലും പറ്റില്ലല്ലോ. ഇപ്പം എന്താണെങ്കിലും അബിക്കെതിരെ തനിക്കെതിരെയാണ് കുറ്റങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഈ സമയത്ത് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമോന്ന് അറിയാവുന്നതുകൊണ്ട് ജലജ പിന്നെ ഒന്നും മിണ്ടിയില്ല. അതേസമയം അനാമികയും വേണുവും കൂടെ സംസാരിക്കുകയാണ്. വേണു പറഞ്ഞു, എത്ര വട്ടം അബിയെ വിളിച്ചു, അബി എന്നിട്ട് കോള് പോലും എടുക്കുന്നില്ല എന്ന് പറയാണ്. രേവതി പറഞ്ഞു, കേക്ക് മുറിച്ച് ആഘോഷിച്ചിട്ട് പോയതല്ലേ, പിന്നെ ഒരു വിവരവും ഇല്ലല്ലോ. അതാ എനിക്കും മനസ്സിലാകത്തെ. ഒന്ന് കോൾ എടുത്ത് സംസാരിക്കണ്ടേ, വിളിച്ചിട്ട് കോൾ എടുക്കാതിരിക്കേണ്ട കാര്യം എന്താ? അനാമി പറഞ്ഞു, അല്ല ഇനിയിപ്പോ ആദർശനെങ്ങാനും ജയിലിൽ നിന്ന് വന്നു കാണോ? അവനങ്ങനെ പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല മോളെ. ഗൾഫിലെ ജയിലില്ലേ, അവിടുത്തെ കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റാ. ഈ പറയുന്ന ആനന്ദമൂർത്തി വിചാരിച്ചാലൊന്നും ആദർശിനെ പുറത്തിറക്കാനൊന്നും പറ്റില്ല. അത് കേട്ടപ്പോ രേവതി പറഞ്ഞു, അതാ ഒരു സമാധാനം സന്തോഷം ഉള്ളത്. അവൻ അവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറയാ. ഇല്ല അങ്ങനെയാണെ പിന്നെ അബിക്ക് കോൾ എടുത്ത് സംസാരിച്ചാലെന്താ? ചിലപ്പോ എന്തേലും തിരക്കായിരിക്കും. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേണു പറഞ്ഞു, ശരി ചിലപ്പോ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വട്ടെ എന്ന് പറഞ്ഞു. അനാമിക പറഞ്ഞു, ഞാനും വരുന്നുണ്ടച്ചാ. അല്ല നീ ഇതെങ്ങോട്ടാ? വെറുതെ ഇവിടെ ഇരുന്ന് ആകെപ്പാടെ ബോറടിച്ചു. പുറത്ത് പോവാണെങ്കിൽ ഇച്ചിരി ശുദ്ധവായു എങ്കിലും ശ്വസിക്കാലോ എന്ന് പറഞ്ഞു. അങ്ങനെ വേണുവിനോടൊപ്പം അനാമികയും പുറത്തേക്ക് പോവാണ്. ഇതേ സമയം ആദർശം നയനും കൂടെ പുറത്തു വന്നായിരുന്നു. അങ്ങനെ മുല്ലപ്പൂക്കട വന്നു കഴിഞ്ഞപ്പത്തേനും ആദർശം പറഞ്ഞു, നീ പോയി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും നയന പറഞ്ഞു, അല്ലെ എത്ര മുഴം വാങ്ങണം? ചെന്ന് പറഞ്ഞാ മതി, പതിവ് തരാൻ പറഞ്ഞാൽ മതി, അവർക്കറിയാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും നയന പറഞ്ഞു, ആദർശേട്ടാ അത്രത്തിന്റെ ഒന്നും ആവശ്യം എനിക്കില്ല. 6-7 മുഴമൊന്നും എനിക്ക് വേണ്ട, എനിക്ക് 1-2 മുഴം മതി എന്ന് പറയാം. അതെങ്ങനെ ശരിയാവും? നീ വാങ്ങിച്ചോളാൻ പറയാണ്. അങ്ങനെ നയനെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. നയനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും പൂക്കാരി ചേച്ചി പറഞ്ഞു, ആഹാ ഇതാരും മോളോ? അല്ല എന്തേ സാർ എന്തെന്ന് ചോദിക്കുക. കാരണത്തുണ്ടെന്ന് പറഞ്ഞു. എത്ര മുഴം വേണമെന്ന് ചോദിച്ചു. 6 മുഴം. ഇത് മൊത്തം എടുക്കട്ടെ മോളെ? വേണ്ടാന്ന് പറയണ. അപ്പോഴേക്കും ആ ചേച്ചി പറഞ്ഞു, സാറായിരുന്നെങ്കിൽ ഇത് മൊത്തം വാങ്ങിയാനെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അനാമികയും വേണും കൂടെ അതിലൂടെ കാറി വരുന്നേ. അപ്പോഴേക്കും അനാമിക വേണുവിനോട് പറഞ്ഞു, നോക്കച്ചാ തെങ്ങ് നിൽക്കുക, അവളല്ലേ നിൽക്കുന്നേ, ആ നയന. ആഹാ അത് കൊള്ളാലോ. ഭർത്താവ് ജയിലിലായ സമയത്ത് പൂ മേടിക്കാൻ വന്നിരിക്കുന്നോ? ആഹാ അങ്ങനെയാണ് ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. രണ്ടുപേരും കൂടെ നേരെ കടയിലേക്ക് വന്നു. പിന്നീട് നയനോട് ചോദിച്ചു, എടി നിന്റെ ഭർത്താവ് ജയിലിലാകുന്ന സമയത്ത് നീ മുല്ലപ്പൂ വെച്ച ആഘോഷം നടക്കുമല്ലേ എന്നൊക്കെ ചോദിച്ചു. വേണു ഇത് കേട്ട് കഴിഞ്ഞപ്പോ നയന പറഞ്ഞു, അതെ ഞാൻ മുല്ലപ്പൂ വെച്ച് ആഘോഷിക്കും, എന്താ നിങ്ങക്ക് വല്ല പ്രശ്നമുണ്ടോന്ന് ചോദിച്ചു. അനാമിക പറഞ്ഞു, എന്റെ അച്ഛ ഇവൾക്ക് ഇവളുടെ ഭർത്താവിനോട് സ്നേഹമൊന്നുമില്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ. അല്ലായിരുന്നെങ്കിലോ ഇങ്ങനെയൊക്കെ കാണിക്കുമായിരുന്നോന്ന് ചോദിച്ചു. അല്ലെങ്കിലും ഭർത്താവിനൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഇവൾക്ക് അതൊന്നും പ്രശ്നമില്ല, സ്വന്തം മോളായിട്ട് കൊണ്ടു നടക്കുമല്ലേ. ഇവളുടെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നയന പറഞ്ഞു, അതെ ഞാൻ തീരുമാനിച്ചോളാം എന്ത് ചെയ്യണമെന്ന്, സ്നേഹിക്കണോ വേണ്ടോന്നൊക്കെ. പിന്നെ നിന്റെ പൂർവ്വകാല ചരിത്രമൊക്കെ കോടതി വെളിപ്പെട്ടതല്ലേ, നീ എന്താ എങ്ങനെയാന്നൊക്കെ. എന്നിട്ടുള്ള അങ്ങനെയുള്ള നീയാണോടി എന്നെ ഉപദേശിക്കാൻ വരുന്നതെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ അനാമിയോട് ഞെടി, ഒന്ന് പോടി അവിടുന്ന്. കോടതിയിൽ നിന്നെ ആ നവീനിട്ട് വലിച്ചു കയറിയ സമയത്ത് തല കുടിച്ച് നിൽക്കുകയാണല്ലോ ചെയ്തേ അച്ഛനും മോളും ഒക്കെ.
നിന്റെ പൂർവ്വകാല ബന്ധങ്ങളും ബാക്കി ചരിത്രങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞല്ലേ. എന്നിട്ട് നാണം കൊണ്ടുകൂടി ഇവിടെ ഒന്ന് പറയാനായിട്ട് ദേ നിന്നോട് അധികം സമയം സംസാരിക്കാൻ ഉള്ളതില്ല. ഒരു മെന്റൽ പേഷ്യന്റ് നീ എപ്പോഴാ വയലന്റ് ആവുന്നത് പറയാൻ പറ്റില്ല. അത് കേട്ടതും അനാമയ്ക്ക് ദേഷ്യം. അനാമ പറഞ്ഞു എടി നിന്നെ ഞാൻ ഒന്ന് പോടി അവിടെ നിന്ന് പറയണം. അപ്പോഴേക്കും വേണു പറഞ്ഞു എന്തായാലും കൊള്ളാലോ നീ ആള്. ഭർത്താവ് ജയിലിലായ സമയത്ത് ആഘോഷിക്കാൻ വന്നിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്താണ് ആദർശ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ആദർശിനെ കണ്ടതും അനാമികയും വേണു ഒന്നും ഞെട്ടി. നയനോട് വന്നിട്ട് ചോദിച്ചു എന്താ നയനെ, ഇവരെന്തേലും പറഞ്ഞോ? ഞാൻ ജയിലായതിന്റെ സന്തോഷം ആഘോഷിക്കാൻ വേണ്ടി വന്നായിരിക്കും ഇവരില്ലേന്ന് ചോദിച്ചു. നയന പറഞ്ഞു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭർത്താവില്ലാത്ത സമയത്ത് മുല്ലപ്പൂ വെച്ച് ആഘോഷിക്കാൻ വന്നോണെന്ന്. അത് കേട്ടപ്പം ആദർശ് പറഞ്ഞു എടോ വേണു, ഭർത്താവ് ഇവിടെ ജീവനോടെ നിൽക്കുന്ന കണ്ടില്ലേ? അത് മാത്രമല്ല ഭർത്താവ് ജയിലിലും അല്ലെന്ന് മനസ്സിലായില്ലേ? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേണു പറഞ്ഞു അല്ല നീ ജയിലിലായിരുന്നല്ലോ. ജയിലിലായിരുന്നല്ലോന്നോ? അതൊക്കെ നമുക്ക് പുറത്തിറക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ടല്ലോ. അതൊക്കെ വെറും ഒരു തെറ്റിദ്ധാരണയല്ലേ. ഇപ്പം മനസ്സിലായല്ലോ അല്ലെന്ന്. താനും തന്റെ മോളും കൂടെ കിട്ടിയ സമയം പാഴാക്കാതെ കുത്താൻ വന്നാന്നും മനസ്സിലായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തന്റെ കാരണം അടിച്ചു പൊട്ടിക്കേണ്ടതാ. അന്ന് എല്ലാരെയും കൂടെ കോടതി കയറ്റിയ സമയത്ത് ഞാൻ ഓങ്ങിയതാ. ഇത് കേട്ടപ്പോ വേണു പറഞ്ഞു പിന്നെ അത്രയ്ക്ക് ധൈര്യമുണ്ട് നീ ഒന്ന് അടിക്കടാന്ന് പറയാണ്. ആദർശ് വിട്ടുകൊടുക്കുക. ആദർശ് അങ്ങനെ കോളറിനെ കൂടെ കയറി കുത്തിപ്പിടിച്ചു. നീ ആരാന്നാടാ നിന്റെ വിചാരം ചോദിച്ചിട്ടേ മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ ഉണ്ടല്ലോ. അപ്പോഴേക്കും അനാമികയൊക്കെ പിടിച്ചു മാറ്റി. അച്ഛാ വേണ്ട അച്ഛാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം നയനയും പറഞ്ഞു വേണ്ട ആദർശേട്ടൻ എന്നൊക്കെ പറഞ്ഞു. ആദർശ് പറഞ്ഞു മര്യാദയ്ക്ക് പോകാൻ നോക്കാൻ നല്ലതെന്ന് പറയണം. അങ്ങനെ ആ വേണു അങ്ങോട്ടേക്ക് പോയി. വേണു പറഞ്ഞു നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടാ. ആദർശ് പറഞ്ഞു നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേണു പറഞ്ഞു നിന്നെ ഞാൻ കാണിച്ചു തരാടെന്ന് പറയണം. നിന്നെ അങ്ങനെ എന്തെങ്കിലും നീ എന്നോട് പിന്നാലെ വന്ന് ശല്യം ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ പറപ്പിക്കുമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേണു പറഞ്ഞു പിന്നെ എന്ന് വെച്ചാൽ ഫ്ലൈറ്റൊക്കെ കയറ്റി പറപ്പിക്കാൻ നീ ആര് എന്നൊക്കെ ചോദിച്ച് വെല്ലുവിളിക്കുകയാണ്. അനാമിക വേണുവിന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നേ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിളിച്ചോണ്ട് പോയി. അങ്ങനെ കാറിൽ കയറ്റി ഇരുത്തി കഴിഞ്ഞിട്ട് പറഞ്ഞു എന്നാലും അച്ഛാ ഇതൊരു കൊടുംചതിയായി പോയെന്ന് പറയാണ്. വേണു പറഞ്ഞു വെറുതെ അല്ല അഭി കോൾ എടുക്കാത്തെ. ഇവൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അവൻ അറിഞ്ഞു. അതുകൊണ്ട് അവൻ കോൾ എടുത്തൊന്നും പറയാതിരുന്നേ. എന്നാലും ഇതൊരു കൊലച്ചതിയായി പോയല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞ് ആകെപ്പാടെ വിഷമിച്ച് എന്ത് ചെയ്യണമെന്നറിയില്ലാതെ അവരങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ നയനെ ആദർശം കൂടെ വീട്ടിലേക്ക് വരുവാണ്. വരേണ്ട സമയത്ത് നയനെ ആദർശനോട് പറഞ്ഞു അഭി വിളിച്ചിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലാന്ന് തോന്നേ വേണുവിനോടും അനാമികയോടും. അതുകൊണ്ടല്ലേ അവരൊന്നും അറിയാതിരുന്നേ. ആദർശ് പറഞ്ഞു അത് ശരിയാ, ചിലപ്പോൾ പറയാനുള്ള സമയം കിട്ടി കാണത്തില്ല, അല്ല ചിലപ്പോൾ പറയാനുള്ളൊരു മടി കൊണ്ടായിരിക്കും പറയാതിരുന്നേന്ന് പറയണം. എന്നാലും അവരിതൊക്കെ ആഘോഷിക്കുമായിരുന്നല്ലോ. ആദർശേട്ടൻ ജയിലില്ലാന്ന് ഓർത്തോണ്ട് അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ച് വരുമ്പോഴത്തേനുമാണ് അബി അങ്ങോട്ടേക്ക് വരുന്നേ. അങ്ങനെ അബി പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേനും ആദർശ് പറഞ്ഞു എടാ നീ നിന്റെ കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കാര്യം. അബി ചോദിച്ചു ഏത് കൂട്ടുകാരന്? അല്ല വേണുവിനെ. അയാളെ ഞാൻ വിളിക്കാറൊന്നും ഇല്ലെന്ന് പറഞ്ഞു. നയന പറഞ്ഞു വെറുതെ കള്ളത്തരം പറയണ്ട അബി. അത് കേട്ടിഞ്ഞിപ്പോ ആദർശ് പറഞ്ഞു എടാ നിനക്ക് ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ നീ ഇങ്ങനെ കള്ളത്തരം പറയാനായിട്ട്? അതെ അങ്ങനെ എങ്ങാനും നീ പറയുവാണെങ്കിൽ തെളിവ് സഹിതം ഞാൻ നിരത്തൂന്ന് പറയണം. നീ അയാളെ വിളിക്കാറുണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേങ്കില് ഞാൻ പുറത്തിറങ്ങിയ കാര്യമൊന്നും നീ അയാളെ വിളിച്ച് പറഞ്ഞിട്ടില്ല. അത് മാത്രം എന്താടാ പറയാതിരുന്നെന്ന് ചോദിച്ചു. അപ്പൊ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. അപ്പോഴേക്കും നയന പറഞ്ഞു ഒരു കാര്യം പറഞ്ഞേക്കാം, ചന്തുമോളുടെ കാര്യത്തില് ഇപ്പൊ നിനക്കൊരു താല്പര്യമില്ല. മര്യാദയ്ക്ക് ചന്തുമോളെ നീ നോക്കിക്കണോ അറിയാലോ. ചന്തുമോളുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ഉത്തരവാദിത്തം നിനക്കാണ്. നീയാണ് അവളുടെ അച്ഛന്. ആ കാര്യം നിനക്കറിയാവുന്നല്ലേ. അത് പിന്നെ ഏട്ടത്തെ ഞാൻ കൂടുതലൊന്നും പറയണ്ട. അതെ മോളെ സ്കൂളിൽ കൊണ്ടുവിടാനായിട്ടൊക്കെ നീ വേണം പോകാനായിട്ട്. അതിന് സ്കൂൾ ബസ്സിനല്ലേ പോകുന്നേ. എന്നാലും ആ വഴിയിലേക്ക് നിനക്ക് ഇറക്കി നിർത്താലോടാ. നീ അതുപോലും ചെയ്യുന്നില്ലോ. ഇനി മുതൽ ഞാൻ അങ്ങനെയൊക്കെ നോക്കിക്കോളാം ഏട്ടത്തി എന്ന് അഭി പറഞ്ഞു. ആദർശ് പറഞ്ഞു നോക്കിയാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിലുണ്ടല്ലോ. നയന പറഞ്ഞു നീ മര്യാദയ്ക്ക് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിയില്ലെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും നിനക്ക് നോക്കേണ്ടതായിട്ട് വരും. ഞങ്ങളങ്ങോട്ട് കൈയൊഴിയും, പിന്നെ അറിയാലോ. അത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ഏടത്തി, ചെയ്തോളാം എന്നൊക്കെ അഭി പേടിയോടുകൂടി പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അഭി ജലജയുടെ അടുത്തേക്ക് വരുവാണ്. അപ്പോഴേക്കും ജലജ പറഞ്ഞു എന്നാലും എടാ എന്തൊക്കെയാണ് നീ പറഞ്ഞോണ്ടിരുന്നത്? നീ ഒറ്റ ഒരുത്തൻ കാരണം ഇപ്പൊ ഇവിടെ മനുഷ്യൻ ഒന്നും അല്ലാതായി മാറിയത്. ആദർശ് ജയിലില്ലാന്നൊക്കെ പറഞ്ഞത്. അഭി പറഞ്ഞു അമ്മേ ഗൾഫിൽ നിന്നുള്ള കിട്ടിയ പേരും അനുസരിച്ചല്ലേ എനിക്ക് അറിയത്തുള്ളൂ, അതിനേക്കാളും കൂടുതലായിട്ട് എനിക്കൊന്നും അറിയത്തില്ലല്ലോ. അവര് പറയുന്ന അനുസരിച്ച് ആദർശ് ജയിലില്ലാന്നായിരുന്നു ഞാൻ അറിഞ്ഞത്. ഇനിയിപ്പോ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? എടാ ഇനിയിപ്പോ ഇവിടെ ഉള്ളവരുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് നിന്നിട്ടേ കാര്യമുള്ളൂ. അവന്റെയും ഇങ്ങോട്ടേക്ക് വരുവാ എന്ന് അവളുടെ കല്യാണവും കാര്യങ്ങളൊക്കെ നടത്തണം. അതിന് വീട്ടുകാരുടെ സപ്പോർട്ട് കൂടിയേ മതിയാവുള്ളൂ, അറിയാലോ. അത് കേട്ടതും
അഭി പറഞ്ഞു അവളുടെ കല്യാണം കൂടെ കഴിഞ്ഞ് അവളൊന്ന് പോയിക്കോട്ടെ, പിന്നെ രണ്ടും കൽപ്പിച്ചുള്ളൊരു പോക്കായിരിക്കും എന്റേത്. ഞാൻ എന്തൊക്കെ ചെയ്യുന്ന എനിക്ക് പോലും അറിയില്ല അഭി പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ മുത്തശ്ശനും ആദർശും ജയനും ഒക്കെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശന് ആദർശനോട് പറഞ്ഞു, നീ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിലിൽ പോകാതെ പുറത്തു വന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല, മൂർത്തി ജ്വല്ലറിയുടെ തകർച്ചയിലേക്ക് കാര്യങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണെന്ന് പറയാണ്. അപ്പോഴേക്കും അജയൻ പറഞ്ഞു, അത് പിന്നെ അച്ഛ, അതെ, ഇത്രയും കാലത്തെ എന്റെ അനുഭവത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തകർച്ച ഉണ്ടാകുന്നത്. ഇന്ന് വരെ മൂർത്തി ജ്വല്ലറി താഴേക്ക് പോയിട്ടില്ല, പക്ഷെ ആദ്യമായിട്ട് മൂർത്തി ജ്വല്ലറിക്ക് ഒരു തകർച്ച ഉണ്ടായിരിക്കുന്നു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, മുത്തശ്ശ അതെവിടെയാണ് എനിക്ക് ഫോൾട്ട് പറ്റിയെന്ന് അറിയില്ല എന്ന് പറയാണ്. മുത്തശ്ശൻ പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ലട മോനെ, അതെവിടെയാന്ന് കണ്ടുപിടിക്കണം. നിനക്ക് നല്ല കഴിവുണ്ടെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഒരു ഇതിന് ശേഷം ഞാൻ കാര്യങ്ങളൊക്കെ നിന്നെ ഏൽപ്പിച്ചത്. കാരണം എനിക്ക് ശേഷം നീ വേണം ഉയർന്നു വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ മക്കളായ അജയനും ജയനെ പോലും കാര്യങ്ങളൊന്നും ഏൽപ്പിക്കായിരുന്നേ. അവരെക്കാളും കൂടുതൽ കാര്യപ്രാപ്തി നിനക്കാ ഉള്ളതെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേങ്കില് നിനക്കിത് എവിടെയാടാ തെറ്റിയെന്ന് ചോദിച്ചു. ആദർശ് പറഞ്ഞു, അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല മുത്തശ്ശ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ദേ കുടുംബവും കാര്യങ്ങളോ അതെല്ലാം വേറെ, അതും ബിസിനസ്സും തമ്മിൽ ഒരിക്കലും കൂട്ടുകുഴയ്ക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ നീ വന്നതിന് ശേഷം 2 ദിവസം മാറി നിന്നല്ലോ. എല്ലാ കാര്യങ്ങളും നല്ല കൃത്യമായിരിക്കണം. ഒന്നിനും ഒരിടത്തും ഒരു ഫോൾട്ട് പറ്റാനായിട്ട് പാടില്ല. ജ്വല്ലറിക്ക് എന്തെങ്കിലും തകർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അനന്തമൂർത്തി ഉണ്ടാകത്തില്ല. അനന്തമൂർത്തിയുടെ ശ്വാസം നിലച്ച പോലെ ആയിരിക്കും പിന്നെ. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, മുത്തശ്ശ എനിക്കറിയാം നിന്റെ വിഷമം എന്താന്ന്, പക്ഷെ ഇന്ന് വരെ ഞാനൊരു തകർച്ച കണ്ടിട്ടില്ല. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല, തകർച്ചയുടെ വക്കിലേക്ക് കൂപ്പൂത്തിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് കഴിഞ്ഞ വർഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മെച്ചമായിരുന്നു. അത് കേട്ടപ്പം ജയൻ പറഞ്ഞു, അതെ, അതിനുമുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് 20 മുതൽ 30% വരെ വളർച്ച കൂടുക ചെയ്തേ മൂർത്തി ജ്വല്ലറിക്ക്. പക്ഷേ എങ്കിൽ ഇപ്പോഴാണെങ്കിലോ ആ വളർച്ച അങ്ങ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുക. മുത്തശ്ശൻ പറഞ്ഞു, അതാ പറഞ്ഞത്, എവിടെയാ ഫോൾട്ട് പറ്റിയെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഇപ്പൊ തന്നെയാണെങ്കിലും അബി കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന് ആഭരണമാക്കി വിറ്റെന്നൊക്കെ പറഞ്ഞല്ലോ. അബിയുടെ പിന്നിൽ വേറെ ആരൊക്കെ ഉണ്ടോ എന്നൊക്കെ സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ആരാന്ന് ചിലപ്പോൾ കണ്ടുപിടിക്കണം. നമുക്കൊരു ശത്രു ഉണ്ടെന്ന് പറയണം. അത് കേട്ടിനിപ്പോ അജയൻ ചോദിച്ചു, അത് ആരാ ശത്രു എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കണ സമയത്ത് ഒരു ജ്വല്ലറിയുടെ മുന്നിലേക്ക്, കമ്പനിയുടെ മുന്നിലേക്ക് ഒരു കാറ് വന്ന് നിൽക്കുകയാണ്. കാറിനകത്തുനിന്ന് ഒരാൾ ഇറങ്ങുവാണ്. കൂടെ മറ്റൊരു പെൺകുട്ടിയുണ്ട്, അത് അവന്തികയാണ്. അവളും കൂടെ ഇറങ്ങുവാണ്. അപ്പോഴേക്കും അവരെ സ്വീകരിക്കാനായിട്ട് അവിടുത്തെ സ്റ്റാഫുകളെല്ലാം നിരന്ന് നിൽക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വന്നപ്പത്തിന് അവർക്ക് ബൊക്കെ കൊടുത്ത് സ്വീകരിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പൊ അവന്തികയും അവരുടെ കൂടെയുള്ളത് ആരാന്നറിയില്ല, ഒരുപക്ഷെ അച്ഛനാണോന്ന് അറിയത്തില്ല. എന്തായാലും ഒരു പ്രധാന ശത്രുവാണ് വന്നിറങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.